നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും, സ്ത്രീകളുടെ ആർത്തവ ചക്രം, അതുപോലെ അവരുടെ മെൻസ്ട്രൽ ഹെൽത്ത്, അവരുടെ ഫെർട്ടിലിറ്റി, വന്ധ്യത തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ ബാധിക്കുന്ന ഗൗരവമുള്ള ഒരു രോഗമാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ സിംറ്റംസ്, PCOD അഥവാ PCOS. ഈ PCODയുടെ പേര് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങ് മാറ്റി. അതിൻ്റെ പുതിയ പേര് PMOS എന്നാണ്, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നുള്ളതാണ്. അതായത് ഈ പേരിലെ സിസ്റ്റ് കാണാനില്ല. ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിസ്റ്റ്, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നുള്ള പേര് വല്ലാതെ ഒരു നാരോ ഡൗൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന നാമമാണ് എന്ന് സയൻസ് കണ്ടുപിടിക്കപ്പെട്ടു. തീർച്ചയായിട്ടും സയൻസ് ചെയ്തത് ശരി തന്നെയാണ്. കാരണം സയൻസ് എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു തെറ്റിദ്ധരുത്തലാണ്, അല്ലെങ്കിൽ ഒരു പുതിയ നയമാണ്. നമ്മൾ ഇതുവരെ ഈ PCODയെ കണ്ടുകൊണ്ടിരുന്ന രീതി, അതിനെ രോഗനിർണയം നടത്തുന്ന രീതി, അതിന് ചികിത്സിക്കുന്ന രീതിയിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഇതൊരു വളരെ സന്തോഷകരമായിട്ടുള്ള വർത്തമാനമാണ്. അപ്പോൾ എന്താണ് ഈ PMOS? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതെങ്ങനെയാണ് നിർവചിക്കുന്നത്? അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച പുതിയ സമീപനം എന്തായിരിക്കണം? അതിന് വേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? അതിന് വേണ്ട ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പുതിയ കാര്യങ്ങളാണ് ആക്ച്വലി നമ്മൾ ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2026 മെയ് 12 ലാൻസെറ്റ് എന്നുള്ള ജേണലിലാണ് ഇത്തരത്തിലുള്ളൊരു ഗ്ലോബൽ കൺസെൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തത്. ഏകദേശം 14 വർഷത്തോളം നിരവധി രാജ്യങ്ങളിൽ ഒരേ സമയത്ത് 22,000-ൽ പരം ക്ലിനീഷ്യൻസിനെയും പേഷ്യൻസിനെയും നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് ഇത്തരമൊരു പേരുമാറ്റം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചത്, തീരുമാനിച്ചത്. നാളിതുവരെയായി PCODയെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് പീരീഡ്സ് മിസ്സാവുക, അല്ലെങ്കിൽ ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ മുഖത്തും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ പിമ്പിൾസ് ഉണ്ടാവുക, ഹെയർ ഫോൾ ഉണ്ടാവുക, ഹെയർ ലോസ് ഉണ്ടാവുക, അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത്, അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ കുറച്ച് ശരീരഭാരം കൂടുക. ഇതായിരുന്നു നമ്മളുടെ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഡയഗ്നോസിസും. അതുകൊണ്ട് തന്നെ കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റും ഒരു ഗൈനക്കോളജിസ്റ്റും ഒരു ഡെർമറ്റോളജിസ്റ്റും ഒരു പക്ഷേ ചിലപ്പോൾ ഒരു എൻഡോക്രൈനോളജിസ്റ്റും കൂടെ പങ്കിട്ടെടുക്കുന്ന ഒരു രീതിയായിരുന്നു. നമുക്ക് ഈ പേരുകളിലുള്ള വാക്കുകൾ ഓരോന്നായിട്ട് വളരെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കി നോക്കാം. ഒന്നാമത്തത് പോളി എൻഡോക്രൈൻ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഒന്നിലധികം ഹോർമോൺ സിസ്റ്റംസ് ഒരേ സമയത്ത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇൻവോൾവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇൻസുലിൻ ഇൻവോൾവാണ്, മറ്റൊന്ന് ഹോർമോണുകൾ, സെക്സ് ഹോർമോണുകൾ ഇൻവോൾവാണ്, പ്രത്യേകിച്ചും ടെസ്റ്റോസ്റ്റെറോൺസ് ഇൻവോൾവാണ്, ചില സന്ദർഭങ്ങളിൽ കോർട്ടിസോൺ ഇൻവോൾവാണ്. അപ്പോൾ ഒരു പല തരത്തിലുള്ള ഹോർമോൺ സിസ്റ്റംസ് ഈ രോഗമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻവോൾവാണ്. രണ്ടാമത്തെ ഒന്ന് മെറ്റബോളിക്കാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഊർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ട് അമിതമായി വരുന്ന കാലറിയെ സൂക്ഷിച്ചു വെക്കുന്ന, ഫാറ്റായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന പ്രക്രിയ, അവിടെയും എന്തോ തകരാറുകൾ സംഭവിക്കുന്നുണ്ട്. അതാണ് മെറ്റബോളിക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒവേറിയൻ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പീരീഡ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ കൺസീവ് ചെയ്യുക തുടങ്ങിയിട്ടുള്ളതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും ഇതിനകത്ത് ഇൻവോൾവാണ്. അതും ഡിസ്ഫങ്ഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സിൻഡ്രോമാണ്. അതായത് ഒരേ സമയത്ത് തന്നെ പല അവയവങ്ങളിൽ ഉണ്ടാകുന്ന പല സിംറ്റംസും, പല ലക്ഷണങ്ങളും, അതും പല ലക്ഷണങ്ങളും അന്യോന്യം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. അതായത് A ക്യാൻ ഇൻഫ്ലുവൻസ് B ക്യാൻ ഇൻഫ്ലുവൻസ് C ക്യാൻ ഓൾസോ ഇൻഫ്ലുവൻസ് A. ആൻഡ് അത്തരത്തിലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിംറ്റംസും പലതരത്തിലുള്ള ഓർഗൻസും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോമിന് നമുക്കിവിടെ വേണ്ടത് ഒരു കൺവെൻഷണൽ അപ്രോച്ചേ അല്ല, കുറച്ചുകൂടി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, അതായത് നിരവധി ആൾക്കാർ ഒരേ സമയത്ത് ഇൻവോൾവ് ചെയ്യുന്ന വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, എന്നാൽ അതിനേക്കാൾ വളരെ സന്തോഷകരമായ കാര്യം, വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഹാർമണിയിൽ ഈ കണ്ടീഷനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ 6 പ്രധാനപ്പെട്ട ഘടകങ്ങളാണുള്ളത്.
ഈ 6 എന്ന് കേട്ടതുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് കരുതണ്ട. ഒരുപക്ഷേ ഈ 6 വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ പ്ലാൻ വളരെ സിമ്പിളും അതുപോലെ തന്നെ വളരെ ഇഫക്റ്റീവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഓരോന്നോരോന്നിട്ട് പരിശോധിച്ച് നോക്കാം. പോളി എൻഡോക്രൈൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ഘടകം ഹോർമോണുകളാണ്. ഈ കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഹോർമോണുകൾ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമുക്കിത് ലാബുകളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്ന ഒന്നാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ശരീരം അതിനോട് പ്രതികരിക്കുന്നത് അമിതമായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അതുകൊണ്ടുള്ള ഹോർമോണൽ ഇഫക്റ്റ് ഹൈപ്പർ ഇൻസുലിനീമിയാണ്. അതുപോലെ ഉണ്ടാകുന്ന മറ്റൊന്നാണ് ഹൈപ്പർ ആൻഡ്രോജനീസം. ഹൈപ്പർ ആൻഡ്രോജനിയ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള പുരുഷ ഹോർമോണുകളുടെ ഉൽപ്പാദനമാണ്. അതുപോലെ തന്നെ കോർട്ടിസോളിൻ്റെ അളവ് കൂടാം. അതുപോലെ തന്നെ SHBG, അതായത് സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ, നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രോജൻ്റെയും ടെസ്റ്റോസ്റ്ററോണിൻ്റെയും അളവിനെ റെഗുലേറ്റ് ചെയ്യുന്നൊരു പ്രോട്ടീനാണ്. പല സന്ദർഭങ്ങളിലും SHBGയുടെ അളവ് കുറഞ്ഞു കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹോർമോണുകളെല്ലാം തന്നെ ഈ കണ്ടീഷൻ വളരെയധികം അഫക്റ്റഡ് ആണ്. അപ്പോൾ ഇൻസുലിനും ആൻഡ്രോജനും കോർട്ടിസോളും ടെസ്റ്റോസ്റ്ററോണും SHBGയും ഒക്കെ തന്നെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഹോർമണൽ ചേഞ്ചാണ് ഈ പറഞ്ഞ PMOSൽ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ഘടകം മെറ്റബോളിസമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ശരീരഭാരത്തിൽ ഉണ്ടാകുന്ന വലിയ വ്യത്യാസം മിക്ക ആൾക്കാരിലും ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരിലും ഒരു വെയിറ്റ് ഗെയിനും അതുപോലെ തന്നെ ഒബേസിറ്റിയും ഉണ്ടാകും, അമിതവണ്ണം ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മെറ്റബോളിസം അഫക്റ്റഡ് ആണ്. മാത്രമല്ല പലപ്പോഴും ഈ കണ്ടീഷനുള്ള ആൾക്കാർ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്കത് നടത്തിയെടുക്കാൻ കഴിയുന്നില്ല. ഇൻസ്പൈറ്റ് ഓഫ് ഡയറ്റ് മാനേജ്മെൻറ്റ്, എക്സസൈസ് ചെയ്താലും കഠിനമായ ഭക്ഷണ നിയന്ത്രണം കൊണ്ടുവന്നാൽ പോലും ശരീരഭാരം കുറയ്ക്കുന്നതിന് ബുദ്ധിമുട്ട് കാണാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് കൊളസ്ട്രോളിലുള്ള വേരിയേഷൻസ്. ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കൂടുക, HDLൻ്റെ അളവ് കുറയുക. അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഡിസീസ്, കരളിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുക. ഇന്ന് നമ്മളതിനെ വിളിക്കുന്നത് MASLD ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫാറ്റി ലിവർ ചേഞ്ചസ്, ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും അമിതമായി കൊഴുപ്പ് അടിഞ്ഞു കൂടുക, ഇൻട്രാ അബ്ഡമൽ ഫാറ്റ് അല്ലെങ്കിൽ വിസറൽ ഫാറ്റിൻ്റെ അളവ് കൂടുക. അവിടുന്ന് അങ്ങോട്ട് ഒരുപക്ഷെ അത് പ്രീ ഡയബറ്റീസിലോട്ടും എത്തുന്ന മെറ്റബോളിക് ചേഞ്ചസ് ഈ പറയുന്ന PMOSോട്ട് കണക്റ്റഡ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ഓവറിയിലുണ്ടാവുന്ന ചേഞ്ചസ് ആണ്. അതായത് തീർച്ചയായിട്ടും മിക്ക ആൾക്കാരിലും ഒരു ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഓവുലേഷൻ അഫക്റ്റഡ് ആയിരിക്കാം. ഇതുമൂലം വന്ധ്യത ഉണ്ടാവാം. അതുപോലെ തന്നെ ഈവൻ ചില സന്ദർഭങ്ങളിൽ എൻഡോമെട്രിയൽ ക്യാൻസറിന് വരെ വഴിതെളിക്കാവുന്ന രീതിയിലുള്ള ഒവേറിയൻ ചേഞ്ചസ് ഉണ്ടാവും. നാലാമത്തെ പ്രധാനപ്പെട്ട ഒന്ന് ആ വ്യക്തിയിലെ മൂഡിലും മെൻ്റൽ ഹെൽത്തിലും ഉണ്ടാകുന്ന ചേഞ്ചസാണ്. പലപ്പോഴും മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ളൊരു കഴിവില്ലായ്മ, ഒരു പുവർ ഡിസിഷൻ മേക്കിംഗ്, പുവർ കോംപ്രിഹെൻഷൻ സ്കിൽസ്, അതുപോലെ തന്നെ ഇറിറ്റബിലിറ്റി തുടങ്ങിയിട്ടുള്ള മൂഡ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഏരിയ കാർഡിയോ വാസ്കുലർ ഹെൽത്തിലാണ്. പലപ്പോഴും PMOS ഒരു വലിയൊരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ശരീരത്തിലുണ്ടാകുന്നു. അതുമൂലം രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും, അതെറോസ്ക്ലിറോസിസ് ഉണ്ടാവും. അത് ഒരു പക്ഷേ ലോങ് ടേമിൽ ഹാർട്ട് ഹെൽത്തിനെയും അത് ബാധിച്ചേക്കാം. അത്തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റാണ് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഘടകം. ആറാമത്തത് നമ്മുടെ സ്കിൻ ഹെൽത്തിലും ഹെയർ ഹെൽത്തിലും ഉണ്ടാകുന്ന ഒന്നാണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കാണുന്ന സിംറ്റംസ് ഒന്ന് പിമ്പിൾസ് ഉണ്ടാവുക. അത് ഫേസിലും ജോ ലൈൻസിലും പിമ്പിൾസ് ഉണ്ടാവുക. അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, ചിലപ്പോൾ ഹെയർ ഫോൾ ഉണ്ടാവുക. അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻസ്, അതിനെ വിളിക്കുന്നത് അക്കാന്തോസിസ് നിഗ്രിക്കൻസ് എന്നാണ്. അത്തരത്തിലുള്ള സ്കിൻ ഡിസ്കളറേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 6 പ്രധാനപ്പെട്ട ഘടകങ്ങളും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുമാണ് ഈ വ്യക്തിയിൽ ഉണ്ടാകുന്നത്. അതായത് PCOS എന്നുള്ള പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു സിസ്റ്റ് പ്രോബ്ലം അല്ല, ഇതൊരു ആക്ച്വലി ഒരു ഹെൽത്ത് പ്രോബ്ലമാണ്. ഇതൊരു ഫെർട്ടിലിറ്റി ഇഷ്യൂ അല്ല, ഇതൊരു ഹെൽത്ത് പ്രോബ്ലമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വേണ്ട സൊല്യൂഷനും അങ്ങനെ തന്നെ ആവണ്ടേ. അപ്പോൾ ഈ ഒരു സയൻറ്റിഫിക് ചേഞ്ചിനെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ വേണ്ടത് വളരെ ഒരു കൊളാബറേറ്റഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഒരു എക്സ്പേർട്ട് മാത്രം ഡീൽ ചെയ്താൽ ഇത്തരത്തിലുള്ളൊരു മൾട്ടി ഓർഗൻ, മൾട്ടി സിംറ്റം ഇൻവോൾവ് ആയിട്ട് പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ ലോജിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാർമണിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അപ്രോച്ച് ഇത്തരത്തിലുള്ള കൊളാബറേറ്റീവ് അപ്രോച്ച്. അതായത് ഒരു ഗൈനക്കോളജിസ്റ്റ് ഡെഫിനറ്റ്ലി ഇൻവോൾവ് ആണ്. അതുപോലെ ഒരു ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീഷണർ വേണം, ഒരു ഡെർമറ്റോളജിസ്റ്റ് ആവശ്യമാണ്.
അതുപോലെ ഒരു ഫങ്ഷണൽ ന്യൂട്രീഷനിസ്റ്റിൻ്റെ ആവശ്യമാണ്, ഒരു ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ കോച്ചിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആവശ്യമാണ്, മേ ബി ഒരു മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് എക്സ്പെർട്ടിൻ്റെ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ, സൈക്കാട്രിസ്റ്റിൻ്റെ ഒരു കൊളാബറേറ്റഡ് അപ്രോച്ചാണ് നമുക്കിവിടെ വേണ്ടത്. ഇത്തരം രോഗം വളരെ സ്പെസിഫിക്കായിട്ട് നമുക്ക് നിർണ്ണയിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പാനൽ ഓഫ് ടെസ്റ്റ് ഉണ്ട്. ഹോർമോണൽ പ്രൊഫൈൽ നോക്കേണ്ടത് ആവശ്യമാണ്, മെറ്റബോളിക് പ്രൊഫൈൽ നോക്കേണ്ടത് ആവശ്യമാണ്, പോഷകക്കുറവുണ്ടോയെന്ന് അറിയാനായിട്ടുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആവശ്യമാണെങ്കിൽ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. ശരീരത്തിൻ്റെ ഘടന, അതായത് മസിൽസിൻ്റെ ഫാറ്റിൻ്റെ പ്രൊപ്പോർഷൻ, അതുപോലെ ഫിസിക്കൽ അസസ്മെൻറ്റുകൾ നമുക്ക് ആവശ്യമാണെങ്കിൽ ചെയ്യേണ്ടതുണ്ട്. ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ശരീരത്തിൽ ടോക്സിസിറ്റി ഉണ്ടോ, നമ്മുടെ ഉറക്കത്തിൻ്റെ നിലവിലത്തെ രീതി എങ്ങനെയാണ്, ഇമോഷണൽ ഹെൽത്ത് എങ്ങനെ അസസ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഈ രോഗത്തിൻ്റെ സയൻസിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ഘടകങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു വ്യക്തമായൊരു അസസ്മെൻറ്റ് ചെയ്യുന്നത് വളരെ ഷാർപ്പായിട്ടും പ്രിസൈസ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങളുടെ ടീം പലപ്പോഴും ഞാൻ ഈ പറയുന്ന പല ടെസ്റ്റുകൾ പല ക്ലയൻസിനും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതിലൊന്ന് ഫാസ്റ്റിംഗ് ഇൻസുലിൻ, ഗ്ലൂക്കോസ് HbA1c, അതുപോലെ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്, പ്രൊലാക്റ്റിൻ ടെസ്റ്റ് ചെയ്യുക, LH ആൻഡ് FSH എന്ന ഹോർമോണിൻ്റെ അസസ്മെൻറ്റുകൾ, അതുപോലെ ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ, ഫ്രീ ടെസ്റ്റോസ്റ്ററോൺ, DHEA, അതുപോലെ തന്നെ SHBGയുടെ ടെസ്റ്റുകൾ ആവശ്യമാണെങ്കിൽ അത് ചെയ്യുക, ലിവറിൻ്റെ എൻസൈം ടെസ്റ്റ് ചെയ്യുക, ഓഫ് കോഴ്സ് ഒരു അൾട്രാസൗണ്ട് അബ്ഡമൻ്റെ അല്ലെങ്കിൽ പിന്നെ ഓവറിയുടെ ടെസ്റ്റുകൾ ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഓരോ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാനൽ ഓഫ് ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ രോഗനിർണയവും ഏതൊക്കെ ഓർഗൻസ് ഇൻവോൾവ് ആണെന്നുള്ള നമുക്ക് സ്പെസിഫിക്കായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇതിനെ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കണം ഒരു സൊല്യൂഷൻ പ്ലാൻ ഉണ്ടാക്കേണ്ടത്. സൊല്യൂഷനിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻസ് ഇതാണ്. ഒന്ന്, യാതൊരു സംശയം വേണ്ട, തുടങ്ങേണ്ടത് ഡയറ്റിൽ തന്നെയാണ്. കാരണം ഗട്ട്, ലിവർ, ഓവറി ആക്സിസ് വളരെ സ്ട്രോങ് ആണ്. അതായത് ദഹനവ്യൂഹവും കരളും അതുപോലെ തന്നെ ഓവറിയും തമ്മിലുള്ളൊരു ബന്ധം വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഫൗണ്ടേഷൻ. അവിടെ കാലറി കുറഞ്ഞതും നല്ല ഫൈബർ അടങ്ങുന്നതും അത്യാവശ്യം നല്ല പ്രോട്ടീനും നല്ല കൊഴുപ്പുകളും അടങ്ങുന്ന വളരെ കാലറി കുറഞ്ഞ എന്നാൽ പോഷക സമ്പുഷ്ടമായൊരു ഭക്ഷണക്രമം ആ വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ഇന്ന് ഇത്തരമൊരു സയൻസ് വളരെ നമുക്ക് പ്രായോഗികമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. മറ്റൊന്ന്, ആ വ്യക്തിയുടെ ശരീരഘടന ഉണ്ടാക്കേണ്ട വ്യത്യാസമാണ്. കാരണം മെറ്റബോളിസം അവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. അതിൽ വരുന്നത് മസിൽസിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകൾ, ഫാറ്റ് ബേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന സോൺ 2 എക്സസൈസസ് എന്താണെന്ന് മനസ്സിലാക്കി അത് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട അപ്രോച്ച്, സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ്സിനെ അസസ് ചെയ്യുക, അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനകത്തുള്ളൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരിക. ഉറക്കം അഫക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി അസസ്മെൻറ്റ് ചെയ്യുക, സ്ലീപ്പ് ഹൈജീൻ ഉണ്ടാക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും മെഡിക്കേഷൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ആരംഭഘട്ടങ്ങളിൽ മെഡിക്കേഷനും അതുപോലെ തന്നെ പോഷകങ്ങളുടെ സപ്ലിമെൻറ്റുകളും ജുഡീഷ്യസ് ആയിട്ട് ഈ വ്യക്തിയിൽ ഉപയോഗിക്കാം. ഒരു പുതിയ ജീവിത രീതി, ഒരു പുതിയ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിന്നാണ് ആക്ച്വലി ഇത് അവസാനിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ഇത്തരം ഒരു സമഗ്രമായ ഒരു അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സയൻറ്റിഫിക് കാഴ്ചപ്പാടോടുകൂടി ഈ ഒരു വിഷയത്തെ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ചെറുപ്പക്കാരികളെ ഏറ്റവും കൂടുതൽ കൺസേൺ ഉണ്ടാക്കുന്ന ഈ വിഷയത്തെ നമുക്ക് വളരെ പ്രിസൈസായിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ PMOS എന്ന് പറഞ്ഞൊരു പുതിയ പേര് മാത്രമായിട്ട് കാണണ്ട, ഇതൊരു പുതിയ പ്രതീക്ഷയാണ്. ന്യൂ സയൻസ്, ന്യൂ ഹോപ്പ്. നമ്മൾക്ക് ഇവിടെ ടാർഗറ്റ് ചെയ്യേണ്ടത് സിംറ്റത്തിനല്ല, നമുക്കിവിടെ ടാർഗറ്റ് ചെയ്യേണ്ടത് കാരണങ്ങളെയാണ്. കാരണങ്ങളെ കണ്ടെത്താൻ സാധിക്കുന്ന, കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കി തരുന്ന ഈ പുതിയ പേര്, ഈ PMOS എന്നുള്ള പുതിയ പേര് ഒരു പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റോടെ തോന്നുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മളിന്ന് വളരെയധികം കമ്പാർട്ട്മെൻറ്റിലോട്ട് മാറ്റി ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒന്നാണ് മെനോപോസ്. സ്ത്രീകളുടെ മെൻസ്ട്രൽ ഹെൽത്തിൻ്റെ അവസാനത്തിനെയാണല്ലോ മെനോപോസ് എന്ന് പറയുന്നത്. മെനോപോസും ശരിക്കും PCODയുടെ കാര്യം പറഞ്ഞതുപോലെ അതൊരു വെറും മെനോപോസ് അല്ല, മെൻസ്ട്രൽ ഹെൽത്തിൻ്റെ അവസാനമല്ല. അതൊരു സ്ത്രീയുടെ ശരീരത്തിലുണ്ടാകുന്ന വളരെ വലിയൊരു ബയോളജിക്കൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചാണ്. ഒരുപക്ഷെ അതിനും ഇത്തരമൊരു പുതിയ പേര് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രായത്തിൽ വരുന്ന സ്ത്രീകളുടെ ഹെൽത്തിനകത്തും ഒരു ക്വാളിറ്റിയിൽ വളരെ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും.